വൈക്കം മുറിഞ്ഞപുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ കണ്ണൻ എന്ന സുമേഷിനായുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് 23 പേരടങ്ങിയ സംഘം സഞ്ചരിച്ച വള്ളം വേമ്പനാട്ട് കായലിൽ മറിഞ്ഞത്. ഫയർഫോഴ്സും സ്കൂബ സംഘവുമാണ് കായലിൽ തിരച്ചിൽ നടത്തുന്നത്. ശ്യാമപ്രസാദ് ഉത്തമനുണ്ട് വിവരങ്ങളുമായി. ശ്യാമപ്രസാദ്, ഏത് തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്? സംഘത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഇന്നിപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. അല്പനിമിഷം കൂടി കഴിയുമ്പോൾ ആ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദ്രുതകർമ്മ സേനയുണ്ട്, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും സ്ക്യൂബ റെസ്ക്യൂ ടീം അടക്കമുള്ള സംഘമായിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുക. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ ആ കായലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, തീരെ ശാന്തമാണ് ആ കായൽ. ഇന്നലെ വലിയ തോതിൽ ഓളവും കാറ്റുമൊക്കെ ഉണ്ടായിരുന്ന ആ കായലാണിത്. ഇപ്പോൾ തീരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ കായൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു കാലാവസ്ഥ അത് അതിഭീകരമായിരുന്നു. ആ കാലാവസ്ഥയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതും. അങ്ങനെ ഇപ്പോൾ നിലവിൽ കണ്ണൻ എന്ന സുമേഷിനെ കാണാതാകുകയും ചെയ്തിരിക്കുന്നത്. ആ സുമേഷിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടി നിമിഷം മുമ്പ് ഫയർഫോഴ്സ് സംഘം എത്തിയിട്ടുണ്ട്. അവരിനി ഇറങ്ങി ഇത് സംബന്ധിച്ചുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും ഇവിടുത്തെ വില്ലേജ് അധികൃതരും മറ്റുമൊക്കെ എത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ തിരച്ചിലിന് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? തെരച്ചിലിന് ഇപ്പം രാവിലെ തന്നെ NDRFൻ്റെ ടീം എത്തിയിട്ടുണ്ട്, സ്കൂബയുടെ ടീം എത്തിയിട്ടുണ്ട്. അപ്പം താമസിയാതെ തന്നെ തെരച്ചിൽ തുടങ്ങും. ഇപ്പോൾ ഇന്നലത്തെ അവരെയൊക്കെ വീട്ടിലെത്തിച്ചു അല്ലേ? ഇവിടെ ബാക്കിയുള്ള അപകടത്തിൽപ്പെട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം വീട്ടിലെത്തിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേണ്ട അവസ്ഥ? ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇന്നലത്തെ ഒരു ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇന്നലെ എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ അല്പനിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഈ പുഴ, അതായത് പുഴയും കായലും സംഗമിക്കുന്ന ഒരിടം കൂടിയാണ്. വേമ്പനാട്ട് കായലാണ് തൊട്ടപ്പുറത്ത്. ആ കാണുന്നത് വേമ്പനാട്ട് കായലാണെങ്കിൽ അതിന്റെ നേരെ എതിർദിശയിൽ കാണുന്നത്. വിവരങ്ങൾ നൽകുന്നത്.